പ്രകൃതിയുടെ മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികളെ കാത്ത് പൂത്തുവിടർന്നു നിൽക്കുന്ന കുറച്ച് പൂക്കളുണ്ട്. വളരെ വ്യത്യസ്തമായ പൂക്കളാണ്. തണുപ്പുകാലത്ത് മാത്രം പൂവിടുന്ന മനോഹരമായ ലില്ലിപ്പൂക്കൾ എന്ന് പറയുന്ന ഡിസംബർ മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ചെടികളാണ് ഇങ്ങനെ വ്യാപകമായിട്ട് റോഡരികിൽ പൂത്തു നിൽക്കുന്നത്. അപ്പോൾ ഈ റോഡിലൂടെയുള്ള യാത്ര പോലും മനോഹരമായ അനുഭവമാണ് പകർന്നു നൽകുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് പങ്കുവയ്ക്കാം. നല്ല മനോഹരമായ പൂക്കളാണ് കേട്ടോ. ഈ സൂര്യകാന്തി ചെടികളുടെ കുടുംബത്തിൽപ്പെട്ട പൂക്കളാണിത്. ഏതാണ്ട് നമ്മൾ ഓർക്കും ഇത് വളരെ ചെറുതാണ് എന്ന്. പക്ഷേ ഒരു 12 അടിയിലധികം ഉയരത്തിൽ വളരുന്ന ഒരു ചെടി കൂടിയാണ് ഇപ്പോൾ ഈ ലില്ലിപ്പൂക്കൾ എന്നൊക്കെ പറയുന്ന ഈ ചെടി എന്ന് പറയുന്നത്. ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവ ഇങ്ങനെ പൂത്തു വിടർന്ന് മനോഹരമായിട്ടുള്ള ഈ കാഴ്ച സമ്മാനിക്കുക. ഡിസംബർ മാസത്തിൽ ഇങ്ങനെ പൂക്കും, പിന്നീട് ജനുവരി അവസാനത്തോടെ ഇവ പൂർണ്ണമായിട്ടും കൊഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള സഞ്ചാരികളൊക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനുവരി വരെ നമുക്ക് ഈ മനോഹരമായ കാഴ്ച ഈ റോഡിലൂടെ പോകുമ്പം ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു മനോഹരമായ സുഗന്ധമുണ്ട് ഈ പൂക്കൾക്ക്. ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും ഒക്കെ ഒരു സുഗന്ധം കൂടിയുള്ള ചെടിയാണ് ഈ ഡിസംബർ മുല്ല എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ആ മനോഹര കാഴ്ച ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതിൽ വഴി വരുന്നവർക്ക് വീണ്ടുവോളം ആസ്വദിക്കാം. ഈ ഡിസംബർ മുല്ലയ്ക്കൊപ്പം തന്നെ പൂവിട്ട് നിൽക്കുന്ന മറ്റൊരു പൂവാണിത്. ഏഞ്ചൽ ട്രംപറ്റ് എന്നാണ് ഇതിൻ്റെ പേര് പറയുക. നമ്മുടെ ഇവിടെയൊക്കെ കോളാമ്പി പൂക്കൾ എന്ന് പറയും. ഇതും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം ഒത്തിരി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. ഇങ്ങനെ താഴേക്ക് തൂങ്ങി നിൽക്കുന്നത് അതിമനോഹരമായൊരു കാഴ്ചയാണ്. അതും നമുക്ക് ഈ വഴിയിലൂടെയുള്ള യാത്രയിൽ ആവോളം ആസ്വദിക്കാം. തണുപ്പും മഞ്ഞും ഒക്കെയുള്ള നല്ല കാലാവസ്ഥയാണ് ഇടുക്കിയിലേക്ക് വന്നാൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ഒപ്പം ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ മനോഹര കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.